അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ക്ലാസ്സിൻ്റെ 12ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ മുൻ പാഠങ്ങളൊക്കെ നിങ്ങൾ ഭംഗിയായി പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുകയും വേണം. ഇന്ന് നമ്മൾ വളരെ ചെറിയ ഒരു പ്രയോഗമാണ് പരിചയപ്പെടാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, നമുക്കൊരു കാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ളത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിലക്കോ ഒരു നിയമലംഘനമൊക്കെ ആകുന്ന സമയത്ത്, ചെയ്യുന്നത് നിയമലംഘനമാവുന്ന സമയത്തൊക്കെ നമുക്ക് പറയാനുള്ള ഒരു പ്രയോഗം, അത് മസ്റ്റ് എന്നതിൻ്റെ നെഗറ്റീവ് ഫോമായ മസിൻറ്റ് എന്നുള്ള പ്രയോഗമാണ്. മസ്റ്റിനോടുകൂടെ നോട്ട് ചേർത്ത അത് മസിൻറ്റ് എന്നാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ ദേ മസിൻറ്റ് സ്മോക്ക്, അവർ പുകവലിക്കാൻ പാടില്ല. പാടില്ല എന്നുള്ളതിന് നമ്മൾ നേരത്തെ ഷുഡിൻ്റ് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഷുഡിൻ്റ് എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളൊരു അർത്ഥത്തിനാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ്, റൂളിന് എതിരാണ് എന്നൊക്കെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു നോ ആണ് നമ്മുടെ ഈ മസിൻറ്റ് എന്നുള്ള പ്രയോഗത്തിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ദേ മസിൻറ്റ് സ്മോക്ക്, അവർ പുകവലിക്കാൻ പാടില്ല, അഥവാ വലിക്കുകയാണെങ്കിൽ അത് നിയമവിരുദ്ധമാണ് എന്നർത്ഥം. ദേ മസിൻറ്റ് ബ്രിങ് ഫുഡ് ഇൻ ടു ലൈബ്രറി, അവർ ലൈബ്രറിയിലേക്ക് ഭക്ഷണം കൊണ്ടുവരാൻ പാടില്ല, ഒരിക്കലും പാടില്ല. ഇത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു നോ ആണ്, ഹാർഡ് നോ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം കൊടുക്കുകയാണെങ്കിൽ, അവർ ചിൽഡ്രൻ മസിൻറ്റ് പ്ലേ ദർ, നമ്മുടെ കുട്ടികൾ മസിൻറ്റ് പ്ലേ ദർ, അവിടെ കളിക്കാൻ പാടില്ല. അതുപോലെ നമുക്ക് ദയർ ചിൽഡ്രൻ എന്നാക്കാം. ദയർ എന്ന് പറഞ്ഞാൽ അവരുടെ എന്നുള്ള അർത്ഥമാണ്. അവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ, അവർ ചിൽഡ്രൻ നമ്മുടെ കുട്ടികൾ. അതുപോലെ ദയർ ചിൽഡ്രൻ, അവരുടെ കുട്ടികൾ. ദയർ ചിൽഡ്രൻ മസിൻറ്റ് പ്ലേ ദർ, അവരുടെ കുട്ടികൾ അവിടെ കളിക്കാൻ പാടില്ല. നമുക്കവിടെ മറ്റൊരു വെർബ് വെച്ച് നോക്കാം, വേസ്റ്റ്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പാഴാക്കുക. അപ്പോൾ അവർ ചിൽഡ്രൻ മസിൻറ്റ് വേസ്റ്റ് ടൈം, നമ്മുടെ കുട്ടികൾ സമയം പാഴാക്കാൻ പാടില്ല. ദയർ ചിൽഡ്രൻ മസിൻറ്റ് പ്ലേ ക്രിക്കറ്റ്, അവരുടെ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കാൻ പാടില്ല. ഏതാണോ വർബ് വെച്ചത് ആ അർത്ഥമാണ് കിട്ടുക. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. വി മസിൻറ്റ് വേസ്റ്റ് ടൈം, നമ്മൾ സമയം പാഴാക്കാൻ പാടില്ല. വി മസിൻറ്റ് ബ്രിങ് ഫുഡ്, നമ്മൾ ഭക്ഷണം കൊണ്ടുവരാൻ പാടില്ല. ഈ രൂപത്തിൽ നമുക്ക് അർത്ഥം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഷുഡിൻ്റാണ് ഇവിടെ നമ്മൾ ചേർത്തത് എങ്കിൽ അവിടെ കിട്ടാൻ പോകുന്ന അർത്ഥം അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നൊരു അർത്ഥമായിരിക്കും. നിങ്ങളിവിടെ വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല, ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എങ്കിൽ നമുക്ക് യു ഷുഡിൻ പാർക്ക് ഹിയർ എന്ന് പറയാം. യു ഷുഡിൻ പാർക്ക് യുവർ കാർ ഹിയർ, നിങ്ങൾക്ക് നിങ്ങളുടെ കാർ ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഇവിടെ പാർക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതേ സമയത്ത് അതൊരു ഹാർഡായിട്ടുള്ള നോ ആണെങ്കിൽ, ഒരിക്കലും ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല, ഇത് പാർക്കിംഗ് നിരോധിത മേഖലയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയേണ്ടത് യു മസിൻറ്റ് പാർക്ക് ഹിയർ, ഇവിടെ നിങ്ങൾ ഒരിക്കലും പാർക്ക് ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത് ഷുഡിൻറ്റ് എന്ന് പറഞ്ഞാലും മസിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പാടില്ല എന്ന് തന്നെയാണ് അർത്ഥം. എങ്കിലും മസിൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഹാർഡായിട്ടുള്ള നോ ആണ്, ഒരിക്കലും പാടില്ല, അത് നിയമവിരുദ്ധമാണ്, റൂളിനെതിരാണ്, നിയമലംഘനമാണ് എന്നൊക്കെ, സ്ട്രോങ്ലി പ്രൊഹിബിറ്റഡ് ആണ് എന്നൊക്കെയുള്ള അർത്ഥമാണ് നമുക്കവിടെ നിന്ന് കിട്ടുന്നത്. അതേ സമയത്ത് ഷുഡിൻറ്റ് പറയുമ്പോൾ അതങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നൊരർത്ഥമാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. കുറച്ച് ഉദാഹരണങ്ങൾ കൂടി നമ്മൾ പറയുകയാണെങ്കിൽ, വി മസിൻറ്റ് ഡ്രൈവ് സ്പീഡ്ലി, നമ്മൾ സ്പീഡിൽ ഡ്രൈവ് ചെയ്യാൻ ഒരിക്കലും പാടില്ല, സ്ട്രോങ് ആയിട്ടുള്ള നോ ആണ്. അതുപോലെ നമുക്ക് വി മസിൻറ്റ് റൺ ഫാസ്റ്റ്ലി, നമ്മൾ സ്പീഡിൽ ഓടാൻ പാടില്ല, ഒരിക്കലും പാടില്ല എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പറയാം. മുകളിൽ ഒരു ഉദാഹരണം എഴുതിയ ശ്രദ്ധിക്കുക, യു മസിൻറ്റ് ടെൽ എനിവൺ മൈ സീക്രട്ട്, യു മസിൻറ്റ് ടെൽ, നീ ഒരിക്കലും പറയരുത്, എനിവൺ ഒരാളോടും, മൈ സീക്രട്ട് എൻ്റെ രഹസ്യം, എൻ്റെ രഹസ്യം നീ ഒരാളോടും പറയരുത്. അത് സ്ട്രോങ് ആയിട്ട് നിരോധിക്കാവുന്ന സമയത്ത്, സ്ട്രോങ് ആയിട്ടുള്ള ഉപദേശം കൊടുക്കുന്ന സമയത്തൊക്കെയാണ് നമ്മൾ അങ്ങനെ
ഉപയോഗിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ മസിൻറ്റ് എന്നുള്ള പ്രയോഗം നിരോധിതമായൊരു കാര്യത്തെ സൂചിപ്പിക്കാൻ, ഒരിക്കലും ചെയ്യരുത് എന്ന് വ്യക്തമാക്കാൻ, അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പ്രയോഗിക്കേണ്ട ഒരു വാക്യഘടന എന്ന് പറയുന്നത് ഫസ്റ്റ് സബ്ജക്റ്റ് പറയുക ദേ, അതിനുശേഷം മസിൻറ്റ് ഉപയോഗിക്കുക, മൂന്നാമത് വെർബ് ഉപയോഗിക്കുകയും ചെയ്യാം. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന അർത്ഥം ഈ രൂപത്തിലുള്ള അർത്ഥമാണ്. അതുകൊണ്ട് ഇന്നത്തെ പാഠം ഇതാണ്. നമ്മൾ നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഈ പ്രയോഗങ്ങൾ ശീലമാക്കുക, ധാരാളം പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും പറയാറുള്ളത് പോലെ നോട്ട്ബുക്ക് വെച്ചുകൊണ്ട് സ്ഥിരമായി പരിശീലനം നേടി ഈ വിഷയങ്ങളിൽ നല്ല പരിചയ സമ്പത്ത് നേടിയെടുക്കുക. ഇതോടെ ഇന്നത്തെ ഈ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്.